നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീനന്ദയുടെ മരണം കഴിഞ്ഞ ദിവസം ശ്രീനന്ദയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരുന്നു. ഉറ്റവരൊക്കെ വളരെ വേദനയിലാണ് ആയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിനോദയാത്രയ്ക്ക് പോയ കുടുംബത്തോടൊപ്പം പോയ പെൺകുട്ടി പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദുരൂഹതയുണ്ടെന്ന ആരോപണം ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുമുണ്ട്. അതിനിടയിൽ നിർണായകമായ പല വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനു മുന്നേ ശ്രീനന്ദയുടെ അമ്മയുടെ അച്ഛനായ കേശവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളുലഞ്ഞുള്ള ഒരു വാക്കുകൂടി എല്ലാവരെയും വിഷമപ്പെടുത്തുകയാണ്. ഫോണിൽ പരിഭവം പറയുമ്പോൾ വാട്സാപ്പ് വഴി അമ്മച്ചന് നന്ദൂട്ടിയുടെ പാട്ടെത്തില്ല എന്ന വിഷമമാണ് ശ്രീനന്ദയുടെ അമ്മയുടെ അച്ഛനായ കേശവന് പറയാനുള്ളത്. അദ്ദേഹം ശ്രീനന്ദ തൻ്റെ പേരക്കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വേദനയോടെ ഓർക്കുകയാണ്. കോങ്ങാട് സ്റ്റുഡിയോ നടത്തുന്ന കേശവന് പേരക്കുട്ടിയായ നന്ദുവിനെ വലിയ ഇഷ്ടമായിരുന്നു. കലാരംഗത്ത് മിടുക്കിയാണ് ശ്രീനന്ദ. സ്കൂളിലും നാട്ടിലും കുടുംബത്തിലും എല്ലാം താരമാണ്. നാട്ടിലും കുടുംബത്തിലും വിശേഷ പരിപാടികൾ നന്ദൂട്ടിയുടെ കലാവിരുന്നുണ്ടാകാറുണ്ട്. ഇടയ്ക്കിടെ അമ്മച്ചന് പാട്ടുപാടി വാട്സാപ്പിൽ അയക്കും. പാട്ടിന് ഇടവേള വന്നാൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും. അപ്പോൾ തന്നെ നന്ദൂട്ടി പാടി കേൾപ്പിക്കും. കലാപരിപാടികൾ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയാൽ ഉടൻ വിവരം എത്തുന്നത് അമ്മച്ചനാകും. മാത്രമല്ല വീടിൻ്റെ സ്വീകരണ മുറിയിൽ ശ്രീനന്ദയുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ കുട്ടി വാങ്ങിക്കൂട്ടിയ ട്രോഫികളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടി കേശവൻ എന്ന മുത്തശ്ശൻ വിതുമ്പുകയാണ്. വേദനയോട് ചങ്കുപൊട്ടി അദ്ദേഹം ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. നാട്ടിലെ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ കയ്യിൽ നിന്ന് വിടാതെ പേരക്കുട്ടി അമ്മച്ചൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി അവൾ ഇല്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരെയും പോലെ അമ്മച്ചനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം തീരും മുൻപ് കോങ്ങാടുള്ള അമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വരാമെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. കർണാടകയിലേക്കുള്ള വിനോദയാത്രയിൽ പങ്കുചേരാൻ ശ്രീനന്ദയുടെ അച്ഛൻ രമേശ് ഭാര്യപിതാവായ കേശവനെയും വിളിച്ചു. പക്ഷേ സ്റ്റുഡിയോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ യാത്രയ്ക്ക് പോയില്ല. കുട്ടിയെ കാണാതായ വിവരം വീട്ടുകാർ ആദ്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. ആശങ്കയുണ്ടാകും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. 8ാം തീയതി ഉച്ചയോടെയാണ് ഈ വിവരം കേശവൻ അറിഞ്ഞത്. ഉടൻ ബന്ധുവായ രാമകൃഷ്ണനെയും കൂട്ടി അദ്ദേഹം ചിക്കമംഗളൂരിലേക്ക് പോയി. നന്ദൂട്ടിയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കുടുംബത്തോടൊപ്പം കാത്തിരുന്നു. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചിരുന്നത്. ഓരോരുത്തരുടെയും ഓരോ ബന്ധുക്കളുടെയും അനുഭവങ്ങൾ ശ്രീനന്ദയെ അവർ ഓർത്തെടുക്കുന്നത്, ചങ്കുപൊട്ടി അവർ ഓർത്തെടുക്കുന്നതൊക്കെ വളരെ ഒരു വിതുമ്പലായിട്ട്, ഒരു മനസ്സിലൊരു വിള്ളലായിട്ട് മാറുകയാണ്. ചിക്കമംഗളൂരു ബാബ ബുദാൻഗിരിയിൽ വിനോദയാത്രയ്ക്കിടെയാണ് പാലക്കാട് കടമ്പഴിപ്പുറ സ്വദേശി ശ്രീനന്ദ മരിച്ചത്. വ്യൂ പോയിന്റിൽ നിന്നുള്ള വീഴ്ചയിലാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസ്വാഭാവികതയില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ദുരൂഹതയുണ്ടെന്ന് കുടുംബവും ആരോപിക്കുന്നുണ്ട്. മരണം സംബന്ധിച്ച് പരാതി നൽകില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ KG ശശികുമാർ പറഞ്ഞു. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും കിട്ടിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് ചിക്കമംഗളൂർ SP ജിതേന്ദ്രകുമാർ ദയാമ്മ പ്രതികരിച്ചിരുന്നു. മൃതദേഹത്തിൽ പലയിടത്തും പരിക്കുണ്ട്, അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട്, വസ്ത്രങ്ങൾ കീറിയിട്ടുമുണ്ട്. ഇതെല്ലാം വീഴ്ചയ്ക്കിടെ മരത്തിലോ പാറക്കല്ലുകളിലോ തട്ടിയത് കാരണമാകാമെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും കുടുംബത്തിൻ്റെ എല്ലാ പരാതികളും ആശങ്കകളും, അവർക്ക് കുടുംബമാണ്, ഉറ്റവരാണ്, അവർക്ക് ഒരുപാട് ആശങ്കകളും പരാതികളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം അന്വേഷിക്കുമെന്നും SP വ്യക്തമാക്കി. നിലവിൽ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയാണ് പോലീസ്. ബാബ ബുദാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപം 7ാം തീയതി വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. 10ാം തീയതി ഉച്ചയ്ക്കാണ് 1500 അടി താഴ്ചയിൽ ഹർജനഗുപ്പയിൽ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് കൊങ്ങാട് നിന്നുള്ള 40 അംഗ സംഘത്തിനൊപ്പമായിരുന്നു ശ്രീനന്ദയുണ്ടായിരുന്നത്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, ചിരിച്ചുകൊണ്ട് കളിച്ച് ചിരിച്ച് ഓടി നടന്ന ശ്രീനന്ദയെ ചേതനയറ്റ രീതിയിൽ കണ്ടപ്പോൾ ഉറ്റവരൊക്കെ വിതുമ്പുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നാട്ടിലെ പരിപാടികളെല്ലാം സജീവമായിരുന്ന കുട്ടിയായിരുന്നു. പെൺകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ശ്രീനന്ദയെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും അതേ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായിരുന്നു. എല്ലാ പ്രാർത്ഥനകളെയും വിഫലമാക്കി പ്രതീക്ഷകളെ തെറ്റിച്ചാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. മരണവാർത്ത അവസാനമായിട്ട് ഈ കുട്ടിയെ ഒന്ന് കാണാൻ ഒരുപാട് പേർ ആ വീട്ടിലേക്ക് വരികയുണ്ടായി. പഠനത്തിലും പാട്ടിലും ഒക്കെ ഒരുപോലെ മികവ് തെളിയിച്ചിരുന്ന കുട്ടിയാണ്. വരാനിരിക്കുന്ന വിഷുവിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രോത്സവത്തിന് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുട്ടി. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ കൂട്ടുകാർക്കൊപ്പം ഇതിനായുള്ള പരിശീലനവും തുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളെയും ബാക്കിയാക്കി അവൾ യാത്രയാവുകയായിരുന്നു. ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശ്രീനന്ദ അവസാനമായി വീട്ടിലെത്തി. ഒരുപാട്
ഉറ്റവരുണ്ട്, അച്ഛൻ അമ്മ, അവരുടെയൊക്കെ വിഷമം ഒരു വശത്തുണ്ട്. അതിനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് ജ്യേഷ്ഠ സച്ചു ഉള്ളുലഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചയാണ്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അനിയത്തെ കാത്തിരുന്ന സച്ചുവിന് മുന്നിലേക്കാണ് അനിയത്തെ കാണാനില്ല എന്ന വാർത്ത വരുന്നത്, പിന്നാലെ മരണ വാർത്ത വരുന്നത്, അതിന് പിന്നാലെ ചേതനയേറ്റ മൃതശരീരവും കൂടി എത്തുന്നത്. സച്ചുവിന് അത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കാഴ്ചയായിരുന്നു. ആരോട് സംസാരിക്കാതെ മുറിയിൽ തളർന്നിരിക്കുന്ന സച്ചുവിനെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാർ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് ആർക്കും അവരെ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ആയിരുന്നത്. ചെർപ്പുളശ്ശേരി പോളിടെക്നിക് കോളേജിലെ പരീക്ഷയുള്ളതിനാലാണ് സച്ചുവിന് സഹോദരിക്കൊപ്പം യാത്ര പോകാൻ കഴിയാതിരുന്നത്. എന്തായാലും അപകട മരണമാകാമെന്ന ഒരു തരത്തിലേക്ക് ബന്ധുക്കൾ പിന്നീടെത്തി. ആദ്യമൊക്കെ ദുരൂഹതയുണ്ടെന്ന ഒരു ആശങ്ക കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലം അത് ബലപ്പെടുത്തുന്നുണ്ടെന്നും ശ്രീനന്ദയുടെ പിതാവിന്റെ സഹോദരൻ പറഞ്ഞു. വിനോദസഞ്ചാരികളുടെ സുരക്ഷാർത്ഥം ബാരിക്കേഡ് കെട്ടി വ്യൂ പോയിന്റിൽ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനന്ദ ഇത് മറികടന്ന് പാറയ്ക്കടുത്തേക്ക് പോയി താഴേക്ക് നോക്കുന്നത് കണ്ടുവെന്നും ശ്രദ്ധയിൽപ്പെട്ടതോടെ വിലക്കി തിരികെ കയറ്റിയെന്നും ശശികുമാർ പറയുന്നു. എന്നാൽ ഇവിടെ പാറപ്പുറത്തിരുന്ന് പകർത്തിയ സെൽഫിയാണ് ശ്രീനന്ദയുടെ ഒടുവിലത്തെ ചിത്രം. സുഹൃത്താണ് ചിത്രം പകർത്തിയത്. ഈ ചിത്രം പകർത്തിയ ശേഷം ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു. ഒരു തവണ കുട്ടി ബാരിക്കേഡിന് പുറത്ത് പോയതാണ്, വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റി, പിന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത് വീണ്ടും പോയി കാണും. അങ്ങനെ സംഭവിച്ചിരിക്കാം ഈ അപകടം എന്നാണ്, അതിന് സാധ്യതയുണ്ട് എന്നാണ് ശ്രീനന്ദയുടെ കുടുംബം പറയുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നും ശ്രീനന്ദയുടെ കുടുംബം വ്യക്തമാക്കുന്നു. ശ്രീനന്ദയുടേത് അപകട മരണമെന്നാണ് ചിക്കമംഗളൂർ പോലീസ് വ്യക്തമാക്കിയത്. മൃതദേഹത്തിൽ മറ്റു പരിക്കുകളില്ലെന്നും അന്തിമ നിഗമനം അന്വേഷണത്തിന് ശേഷം കൈക്കൊള്ളുമെന്നും SP അറിയിച്ചു. പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു അപകടം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തലയുടെ വലതുഭാഗത്ത് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. ശ്രീനന്ദയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ ശരീരമാസകലം പോറലേറ്റ പാടുകളുണ്ട്. 1500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണപ്പോൾ മരച്ചില്ലകളും പാറകളും തട്ടിയതാകാം ഇതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.